വേറൊരു നാണം കെട്ട മോശമായൊരു വാർത്ത തന്നെയാണ് ഇപ്രാവശ്യം പറയാനുള്ളത്. ഈ ഡിജിറ്റൽ ബിസിനസ് കൊടുത്ത എല്ലാ ലോകത്തുള്ള സകല ചൂടുമാറ്റ പരിപാടികൾക്കകത്തും മണ്ടത്തരങ്ങൾക്കകത്തും മലയാളി കൊണ്ട് തലവെക്കുന്നത് ഇവിടെയുള്ള ഒത്തിരിയേറെ പേരുടെ നിലനിൽപ്പിന് തന്നെ അപകടത്തിന് കാരണമായ നിലനിൽപ്പിന് ഭീഷണിയായ ഒരു നേഴ്സിനെ കുറിച്ചാണ്. ഇവർക്കാകട്ടെ കേസ് കൊടുത്ത ഇവർക്ക് വിജയിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ഇവർ കുറ്റക്കാരിയാണ് ഇതിനകത്ത്. ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഈ പഠിക്കുന്ന മൊത്തം പിള്ളേരുടെ ഒന്ന് ട്യൂഷൻ എടുക്കാൻ വേണ്ടി വരുന്നില്ല. അതിനേക്കാട്ടിലും രൂക്ഷമായിട്ട് അവർക്ക് തോന്നിയത് ഇതിലെന്തോ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിലാണ്. ഒരു മലയാളി നേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു. അവൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുന്നു. പുതിയ കാൻഡിഡേറ്റ്സിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതിന് NMC തയ്യാറല്ലായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ UK നടക്കുന്ന കാര്യമാണെന്ന് തോന്നും. യെസ്, ദിസ് ഈസ് UK. ഹലോ ഫ്രണ്ട്സ്, ഇച്ചേക്കുത്തിരി സ്വാഗതം. ഫെലിക്സ് ആണ്. UK നിന്നാണ് സംസാരിക്കുന്നത്. കാരണം പലരും എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പല വീഡിയോകൾക്കകത്ത് ചോദിക്കുന്നുണ്ട്. എടുത്ത് പറയുന്നു UK ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു നാണം കെട്ട മോശമായൊരു വാർത്ത തന്നെയാണ് ഇപ്രാവശ്യം പറയാനുള്ളത്. ദുഃഖകരമൊന്നുമല്ല, കാരണം കയ്യിരിപ്പോണ്ട് കിട്ടുന്ന പണിയാണ്, അതുകൊണ്ട് ദുഃഖകരമൊന്നുമല്ല. ഇവിടെ നേഴ്സുമാർക്ക് ഭേദപ്പെട്ട സാലറി അല്ലേ കിട്ടുന്നത്. അതോ നിങ്ങൾക്ക് ഇനി ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരെക്കാട്ടും എല്ലാം കുറഞ്ഞ സാലറി ഞാൻ അനുഷ്ഠിച്ച് പാടുപെട്ട് ജീവിക്കുമെന്നാണോ നിങ്ങളുടെ അവസ്ഥ? അല്ലല്ലോ. നമ്മുടെ നാട്ടിലുള്ള പിള്ളേരുകൾ പറയുന്നുണ്ട് 40,000 രൂപ ശമ്പളം കിട്ടണം, ഇല്ലെങ്കിൽ ജീവിക്കാൻ പാങ്ങിരുന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാം കടന്നു പോകുന്ന വഴി നമുക്കറിയാം അവർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെന്നുള്ളത്. പക്ഷേ ഇവിടെ വന്ന് ജീവിക്കുന്ന നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്ന, അതും കുറച്ച് പ്രൊമോഷനുകളൊക്കെ കിട്ടി ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നേഴ്സിനെ സാലറി കുറവാണെന്ന് ആരും പറയില്ല. പറയുമോ? പക്ഷേ ചില ആൾക്കാർക്ക് ആ സാലറി കിട്ടിയാൽ പോരാ. അതിനിടയിൽ കൂടെ വല്ലതും പാസീവ് ഇൻകമായിട്ടോ അല്ലാതെയായിട്ടോ കിട്ടുമോ എന്ന് നോക്കുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എനിക്ക് നല്ല എല്ലാ മനുഷ്യനും ഉണ്ട്. ഇച്ചിരിയുടെ പൈസ കൂട്ടി കിട്ടിയ വല്ല സംഭവം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇച്ചിരിയുടെ കൂടി ഇപ്പം നമുക്കറിയുന്ന ഓവർ ടൈമാണ് ഭൂരിഭാഗം പേര് ചെയ്യുന്നത്. അതല്ലാതെ വല്ലതും കിട്ടാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ബിസിനസ് കൊടുത്ത എല്ലാ ലോകത്തുള്ള സകല ചൂടുമാറ്റ പരിപാടികൾക്കകത്തും മണ്ടത്തരങ്ങൾക്കകത്തും മലയാളി കൊണ്ട് തലവെക്കുന്നത് വല്ലതും കിട്ടിയാലും എന്നോർത്തുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഇവിടെയുള്ള ഒത്തിരിയേറെ പേരുടെ നിലനിൽപ്പിന് തന്നെ അപകടത്തിന് കാരണമായ നിലനിൽപ്പിന് ഭീഷണിയായ ഒരു നേഴ്സിനെ കുറിച്ചാണ്. അത് ആ പുള്ളിക്കാരുടെ ആ പ്രവൃത്തി മൂലം ഒരു നേഴ്സ് മരണത്തിന് കാരണമായി എന്ന് വരെ കേൾക്കുന്നുണ്ട്. ഒരു പുള്ളിക്കാരൻ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ കാരണമായത് ഈ ഒരു പുള്ളിക്കാരുടെ ഈ ഒരു ആക്ഷൻ കാരണമാണെന്ന് ഇവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ന്യൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു തരാൻ തന്നെ കാര്യം. പിന്നെ എടുത്തു പറയുന്നു, ഇതിനെക്കുറിച്ച് വേറെ ഒരിടത്തും ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുന്നില്ല. ബ്രിട്ടീഷ് മലയാളി വന്ന വാർത്തയാണ് ഞാൻ ആധാരമാക്കുന്നത്. ഈ സംഭവം കുറച്ച് കാലമായിട്ട് ഇവിടെ കേൾക്കുന്നതാണ്. ഈ നേഴ്സിനെ കുറിച്ചുള്ള വിവരം അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. പക്ഷേ എനിക്കതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ നിർവാഹമില്ല. കാരണം ആ ട്രസ്റ്റ് പോലും അവർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. ഇവരും NHS ട്രസ്റ്റിനെതിരെ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാം അവൻ കേസ് കൊടുത്തിരിക്കുന്നത് വലിയ ഹൈ ലെവൽ പമ്പ് ചെയ്യപ്പെടും, ട്രസ്റ്റിൻ്റെ മാനം പോകും. ഇവർക്കാകട്ടെ കേസ് കൊടുത്ത ഇവർക്ക് വിജയിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ഇവർ കുറ്റക്കാരിയാണ് ഇതിനകത്ത്. ഇനി സംഭവം എന്താണെന്ന് പറയാം. നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്. നോർത്ത് ഇംഗ്ലണ്ടിലെ ഒരു ട്രസ്റ്റ്, അവർക്ക് ഒരു സമയത്ത് ഈ നേഴ്സിംഗ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് പാടുപെട്ടുകൊണ്ടിരുന്നൊരു ടൈം. അപ്പം നിങ്ങൾക്കറിയാം ഏത് സമയമാണെന്നുള്ളത്. അതായത് കോവിഡ് കാലത്തിന് മുമ്പ് വലിയ പ്രശ്നമില്ല, കോവിഡ് കാലം കഴിഞ്ഞ് വലിയ പ്രശ്നമില്ല. നേഴ്സുമാരെ കിട്ടാൻ വേണ്ടി പാടുന്നത് ഇഷ്ടംപോലെ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടക്കാതിരുന്ന ഒരു സമയത്ത് OSCE എക്സാം, അന്ന് OET ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഇതിൽ മാറി. മീൻസ് ഞങ്ങളുടെ അന്നത്തെ അഡാപ്റ്റേഷൻ സംഭവങ്ങളൊക്കെ മാറിയിട്ട് OSCEയിലേക്ക് മാറി. പിന്നെ ഇതുപോലെ CBT, OET, അത് കഴിഞ്ഞ് OSCE എന്നുള്ള സീൻ വന്നു. OSCE എക്സാം ആൾക്കാർ പാസ്സാകാൻ വയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായി. ഭയങ്കര ടഫാണ്, എത്ര ശ്രമിച്ചിട്ടും പാസ്സാകുന്നില്ല. ചില പ്രത്യേക ലണ്ടൻ, ഡെറി അവിടെ ഇവിടെ പോയാൽ മാത്രമേ പാസ്സാകത്തുള്ളൂ എന്നുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വെളി വരുന്ന സമയം. അപ്പോൾ ആ ട്രസ്റ്റ് തീരുമാനിക്കുന്നു, നമ്മളവിടെ ഇഷ്ടംപോലെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ബാക്ക് ഹോം നേഴ്സുമാരായിട്ടുള്ള എത്രയോ പേര് ഇവിടെ വർക്ക് ചെയ്യുന്നു, നമുക്കിവരെ OSCE ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ട്രസ്റ്റ് തീരുമാനിക്കുന്നു, നമുക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാം. ട്രെയിനിങ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നു നമുക്ക് വേണ്ടപ്പെട്ട കാൻഡിഡേറ്റ്സിന് വേണ്ടി. സ്വാഭാവികമായിട്ടും ആ OSCE ട്രെയിനിങ് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റുള്ള സംഭവങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ അവിടുത്തെ ഒരു അഡ്മിൻ ലെവലിൽ തന്നെ ഹൈ ലെവലായിരിക്കുന്ന ഒരു മലയാളി ചേട്ടനാണ് ഈ പുള്ളിക്കാരനാണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. പുള്ളിക്കാരൻ ആണ് ഈ പറയുന്ന കുറച്ച് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനകത്തോട്ട്. അപ്പോൾ നല്ല പോസ്റ്റിലിരിക്കുന്ന, നല്ല ഉയർന്ന ബാൻഡുകളിലിരിക്കുന്ന നേഴ്സുമാരാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നേഴ്സുമാരാണ്. അവർക്ക് പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും നല്ല കഴിവുള്ളതുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്, അല്ല സ്നേഹപ്പുറത്ത് സെലക്ട് ചെയ്തതല്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ പരിപാടി, ഈ പ്രോഗ്രാം, ഈ പ്രൊജക്റ്റ് ഓൺ ചെയ്തു. എല്ലാവരും ആ പ്രൊജക്റ്റിനകത്ത് വർക്ക് ചെയ്ത് തുടങ്ങി. പ്രശ്നം പറ്റുന്നത് അതിലൊരു നേഴ്സ് തീരുമാനിക്കുന്നു, എടാ ഞാൻ ഈ കഷ്ടപ്പെട്ട് പാടുപെട്ടി പിള്ളേരെ വായിട്ടടച്ച് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതുങ്ങൾക്കൊന്നും പാസ്സാകാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്നും പാസ്സാകുന്നില്ല. എല്ലാവർക്കും പാസ്സാകണമെങ്കിൽ നമുക്കൊരു ട്യൂഷൻ എടുത്ത് കൊടുത്താൽ പോരെ. അപ്പോൾ എനിക്കൊരു പൈസയ്ക്കൊരു വരുമാന മാർഗ്ഗമാകുകയും ചെയ്യും. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ഞാൻ വളരെ കാര്യമായിട്ട് വീട്ടിലെടുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ പുള്ളിക്കാരി ചിന്തിച്ചു. ഇത് ഇവിടം വരെ നമുക്ക് കേട്ടപ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല. ഈ പുള്ളിക്കാരി വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ ആരംഭിക്കുന്നു. ഈ പറയുന്ന OSCE എക്സാമിൻ്റെ ഈ പറഞ്ഞ ചോദ്യങ്ങൾ പുള്ളിക്കാരി വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ ആരംഭിക്കുന്നു. എങ്ങനെയാണ് ഈ പറഞ്ഞ വസ്തുക്കൾക്കകത്തുനിന്ന്, അത് ഈ പറഞ്ഞ പർട്ടിക്കുലർ കുറച്ച് പിള്ളേർ മാത്രം
ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഈ പഠിക്കുന്ന മൊത്തം പിള്ളേരോട് ഒന്ന് ട്യൂഷൻ എടുക്കാൻ വേണ്ടി വരുന്നില്ല. പക്ഷേ കുറച്ച് പിള്ളേർ ഈ പുള്ളിക്കാരുടെ കൊടുത്ത് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് ഒരു സമയത്ത് 1 ഡസനിലേറെ പിള്ളേരെ പുള്ളിക്കാരുടെ കൊടുത്ത് പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വീട്ടിൽ ട്യൂഷന്. പക്ഷേ ഈ പുള്ളിക്കാരുടെ ട്യൂഷൻ എടുക്കുന്ന ആൾക്കാരെല്ലാം റെഗുലറായിട്ട് പാസ്സായി പോകുന്നു. ആദ്യമൊന്നും ആരും ശ്രദ്ധിച്ചില്ല. പതുക്കെ ട്രസ്റ്റിൻ്റെ കണ്ണിലത് പെട്ടു, സംതിങ് ഈസ് റോങ്. ആ പുള്ളിക്കാരി പഠിപ്പിക്കുന്ന ആൾക്കാർ മാത്രം പാസ്സാവുന്നു, ബാക്കിയുള്ളവർക്ക് അതുപോലെ പാസ്സാകാൻ പറ്റുന്നില്ല. ഇപ്പം വേറെ ആരും ട്യൂഷൻ എടുക്കുന്നതെന്ന് അറിയത്തില്ല, ഈ പുള്ളിക്കാരി ട്യൂഷൻ എടുക്കുന്നത് ട്രസ്റ്റിന് അറിയുകയും ചെയ്യാം. അത് പെയ്ഡ് ആണെന്നുള്ളത് ട്രസ്റ്റിന് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരി ഇതിന് ക്യാഷ് വാങ്ങിക്കുന്നതൊന്നും ട്രസ്റ്റിന് അറിയത്തില്ലായിരുന്നു. അതിനേക്കാട്ടിലും രൂക്ഷമായിട്ട് അവർക്ക് തോന്നിയത് ഇതിലെന്തോ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിലാണ്. അങ്ങനെയാണ് ഈ പുള്ളിക്കാരുടെ റോൾ എന്തുവാ എന്ന് NHS ട്രസ്റ്റ് ആ പർട്ടിക്കുലർ ട്രസ്റ്റ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് മനസ്സിലാകുന്നു ഒസ്കി എക്സാമിൻ്റെ ചോദ്യങ്ങൾ നിശ്ചയിക്കുന്നതിനകത്ത് ഈ പുള്ളിക്കാരിക്ക് റോളുണ്ടത്രേ. അതായത് ഒസ്കി എക്സാമിൻ്റെ ചോദ്യങ്ങൾ എന്താണെന്ന് ഈ പുള്ളിക്കാരിക്ക് നേരത്തെ അറിയാം. ആ പിള്ളേർക്ക് അത് ചോർത്തി കൊടുത്ത് ആ ഉത്തരങ്ങൾ തന്നെ ആ ചോദ്യങ്ങൾ തന്നെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഇതിനകത്തെ ആരോപണം ഏതായാലും വന്നത്. ഇപ്പം ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സംഭവം ഇതിനകത്ത് ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. അതെങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുന്ന ഒസ്കി എക്സാമിനകത്ത് ഈ പുള്ളിക്കാരി എല്ലാ ഉത്തരങ്ങളും പോയി പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഈ പുള്ളിക്കാരിക്ക് വാദിച്ച് ജയിക്കാനുള്ള ഇടയുണ്ടായിരുന്നായിരിക്കാം. കാരണം ഒരാൾ തീരുമാനിക്കുന്നതല്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒസ്കി എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയാം, ഇതൊരു പല സ്റ്റേഷനുകൾക്കകത്ത് വർക്ക് ചെയ്യുന്ന പല സ്റ്റേഷനുകൾക്കകത്ത് നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കേണ്ട ഒരു വസ്തുവാണ്. അല്ലാതെ കുറച്ച് ആൾക്കാർ ഇരുന്നുകൊണ്ട് വൈബ് പോലെ ആ ചോദ്യത്തിന് ഉത്തരം പറ, മറ്റു ചോദ്യത്തിന് ഉത്തരം പറ, സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു സെറ്റപ്പ് അല്ലത്. അപ്പോൾ എങ്ങനെയാണ് ഈ പുള്ളിക്കാരി ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഇത് പഠിപ്പിച്ചു എന്നുള്ള വാചകമൊക്കെ എങ്ങനെ വിലപ്പോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെയായിരുന്നു ആരോപണം. എനിവേ ഇതിൻ്റെ പുറകെ ആ എക്സാം സെൻറ്ററിനോട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അതിനകത്ത് പാസ്സായപ്പോൾ ഈ പർട്ടിക്കുലർ ആളുടെ കീഴിൽ പഠിച്ചു പോയ ആൾക്കാർക്കെല്ലാം അവർ നോട്ടീസ് അയക്കുന്നു, നിങ്ങൾ വീണ്ടും റീ എക്സാമിന് സിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അത് ഈ സംഭവത്തിന് പിന്നാലെ ഏതാണ്ട് 400ഓളം മലയാളി നേഴ്സുമാർക്ക് പരീക്ഷ വീണ്ടും എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഒരു ലെറ്റർ കിട്ടുന്നു. ഈ ട്രസ്റ്റിൻ്റെ ആയിക്കോട്ടെ NMC, കാരണം ഇത് NMC അറിയിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് NMC അറിയിക്കുന്നുണ്ട്. പ്രശ്നം പറ്റി തന്നെയാൽ ഈ സംഭവത്തിന് പുറകെ NHS വ്യാപകമായ കോമ്പിങ് ആരംഭിച്ചു. ആരൊക്കെ എവിടെയൊക്കെ പാസ്സായിട്ടുണ്ട്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എല്ലാം അവരത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കുകയാണ് ഈ സംഭവത്തിൽ എന്തോ ഫ്രോഡിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാത്തത്. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഇത്ര ക്ലീൻ ആയിട്ടുള്ള ഫ്രോഡിൻ്റെ ആക്ടിവിറ്റി എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു പക്ഷേ ഉണ്ടായി കാണണം, ഇല്ലെങ്കിൽ ഇത്രയേറെ ആൾക്കാർ ഇതിനെ പുറകെ കയറി പിടിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഈ പുള്ളിക്കാരിക്കാണെങ്കിലും കേസ് പറയാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് എനിക്കെതിരെ അങ്ങനെ ആരോടും വരുന്നത് വേണേൽ പറയാവുന്നതാണ്. പുള്ളിക്കാരി ഇതിനൊന്നും മുതിർന്നിട്ടില്ല. സംഭവം കൈവിട്ടു പോകുന്നത് ഈ പർട്ടിക്കുലർ നമ്മുടെ ഈ ലണ്ടനോട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ലെറ്റർ കിട്ടുകയും റീ എക്സാമിന് ഇരിക്കേണ്ടി വരും എന്നൊരു ലെറ്റർ കിട്ടിയാൽ നേരെ ഒരു മലയാളി നേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു. അവൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യുന്നു. അതോടുകൂടി ഈ പറയുന്ന NMC ആയിക്കോട്ടെ ഈ ട്രസ്റ്റുകളായിക്കോട്ടെ അന്നേരം ഒരു പുറകോട്ട് ബാക്ക് ഓഫ് ചെയ്തു. കാരണം അത് റിസ്ക്കാണ്, ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുതന്നെയല്ല, ഇതൊരു കേസാക്കി ഡെവലപ്പ് ചെയ്ത് നാട്ടുകാരെ അറിയിക്കാൻ അവർ മുതിരുന്നില്ല, അവർക്ക് താല്പര്യമില്ലായിരുന്നു. അത് ആ ട്രസ്റ്റിൻ്റെയും ഈ പറഞ്ഞ NMCക്ക് മൊത്തം തന്നെയാണ് ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. കാരണം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി വഴി ഇവിടെ കയറി വന്ന ഒരു 700 നേഴ്സുമാരുടെ വന്നിട്ടില്ല, ഏതാണ്ട് 190 വിഷയമാണ് അവർ വന്നത്. നൈജീരിയൻ നേഴ്സുമായിട്ടൊരു കഥയുണ്ട്, ഓർക്കുന്നുണ്ടോ? 2024 തോന്നുന്നു, 22 ഒരു നൈജീരിയൻ കാമ്പിയൻ ഗാങ് തന്നെ വിളിക്കുന്നത്. അവർ 700ഓളം പേര് CBT എക്സാമിന് പ്രോക്സി വെച്ച് എഴുതിപ്പിച്ച് അവർക്ക് പകരം വേറെ ആളെ വെച്ച് എഴുതിപ്പിച്ച് അവിടുന്ന് പാസ്സാക്കി വിട്ടു. യുണീക്ക് കേസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീടൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ ഒരു നൈജീരിയൻ സ്കാമുണ്ട്. അത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സുമാരെ തന്നെ ഇങ്ങനെ നിങ്ങൾ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി വഴി കയറി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എക്സാമിന് റീസിറ്റ് ചെയ്യാൻ അനുവദിക്കുകയും അത് പാസ്സാകാതെ അവരിവിടുന്ന് പുറത്താക്കുകയും ചെയ്തൊരു സംഭവമുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് നൈജീരിയ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്ന എല്ലാ റിക്രൂട്ട്മെൻറ്റും അവർ ബ്ലോക്ക് ചെയ്യുകയും അതിനകത്ത് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ഉണ്ട്, ഇനിയും അതിന് നൈജീരിയക്ക് എക്സാം സെൻറ്റർ കൊടുക്കേണ്ട തീരുമാനിക്കുകയും ചെയ്ത്. അങ്ങനെയാണ് CBT ഇപ്പോഴും അവർക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അത് ആ സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം നിങ്ങൾ ഈ കേസ് കേൾക്കാൻ. അപ്പോൾ ഈ കേസ് സ്വന്തമായിട്ടൊരു മലയാളിയുടെ ഭാഗത്ത്, അത് ഉയർന്ന പദവിയിൽ ഇരുന്നൊരു നേഴ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു ആക്ടിവിറ്റി ഉണ്ടാകുന്ന കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് NMC പ്രതികരിച്ച രീതി ഇതാണ്. പക്ഷേ ഈ ആത്മഹത്യയോടെ ഇതിവരുടെ ഇന്ന് കൈവിട്ടുപോയി. ശേഷം ആ ട്രസ്റ്റിലെ ഇതിനോട് ബന്ധപ്പെട്ടുന്ന എല്ലാ മലയാളി ജീവനക്കാരെയും ഒരു സ്ഥലം മാറ്റി, പല സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു, പരീക്ഷ ചുമതലകളിൽ നിന്ന് മാറ്റുന്നു, സാധാരണ ഇതിലേക്ക് ഡിമോട്ട് ചെയ്യുന്നു. അങ്ങനെ കുറേ ചേഞ്ചുകളുണ്ടായി. ഭാവിയിൽ ആ സ്ഥലത്ത് മലയാളികൾക്ക് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങളെ മുഴുവൻ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. എങ്ങനെയാണ് പൊതുവെ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം വീണ്ടും പൊങ്ങി വരുന്നത്. ഇത് ഇനി ഒരാൾ കാണിച്ച മണ്ടത്തരത്തിന് ഞങ്ങൾ അനുഭവിക്കുകയാണ് എന്നൊരു വർത്താനം ഇപ്പോൾ ഉണ്ടാകാൻ തന്നെ കാരണം ഇതാണ്. എനിവേ, ഈ സംഭവത്തെ തുടർന്ന് വടക്കൻ പട്ടണത്തിലെ NHSൽ ജോലി ലഭിക്കേണ്ട ഒട്ടേറെ നേഴ്സുമാർക്ക് അതിനുള്ള അവസരം നഷ്ടമായി. ഈ ട്രസ്റ്റിൽ പരീക്ഷാ ചുമതലയുള്ളവരെ മുഴുവൻ ആ സംഭവത്തെ തുടർന്ന് മറ്റ് ജോലികളിലേക്ക് മാറ്റി NHS നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഭാവിയിൽ ഇത്തരം ഉന്നത പദവികൾ തേടിയെത്തുമ്പോൾ മലയാളികളെ പരിഗണിക്കാനോ
ഇത്തരം പരാതികൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതിലൂടെ പരിഗണിക്കാനോ അവർക്ക് ഒരവസരം കൊടുക്കാനോ ഇത്തരം ട്രസ്റ്റുകൾ പുറകോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പുള്ളിക്കാരി കാരണം. ഇതിവിടം വരെ നിന്ന് ഇപ്പോൾ ഈ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല, ഒരിടത്ത് ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇവരുടെ പേര് വെളി വന്നിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ ശ്രമിക്കുന്നില്ല. പുള്ളിക്കാരി അതിബുദ്ധിമതിയായിരുന്നു. പുള്ളിക്കാരി ഈ സംഭവത്തിനകത്ത് അന്വേഷണം ഉണ്ടായെന്ന് കേട്ട് പുള്ളിക്കാരിക്കെതിരെ ശിക്ഷാ നടപടി എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഉണ്ടായതിനെ പുള്ളിക്കാരി രാജിവെച്ചു. രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്നത് രാജിവെച്ചു എന്നുള്ളതാണ്, പക്ഷെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് എല്ലാ ന്യൂസുകൾക്കകത്ത് ഞാൻ കാണുന്നത്. എനിവേ, പുള്ളിക്കാരി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് ജയിൽവാസം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നത്. കറക്റ്റായിട്ടും ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. പക്ഷേ ജയിൽ ശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് തെളിവായിട്ട് ഇതിൻ്റെ ഫലം അനുഭവിച്ച ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതായത് പുതിയ കാൻഡിഡേറ്റ്സിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതിന് NMC തയ്യാറല്ലായിരുന്നു. ഈ ട്രസ്റ്റ് അത്തരം ആൾക്കാരുടെ പുറകെ കോമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ഈ ലെറ്ററുകൾ അയച്ചത്. ആ ലെറ്ററുകൾ അയച്ചതിൻ്റെ ഒറ്റ തെളിവ് മാത്രം മതി ഇവർ ഡൗട്ട് അടിക്കുന്ന ആൾക്കാരുടെ പേര് പറയാൻ വേണ്ടി. അതൊന്നും വെളി വന്നില്ല. ഈ പുള്ളിക്കാരി അങ്ങ് പിരിച്ചുവിട്ടു. ഈ പുള്ളിക്കാരി അതിലും വലിയ ബുദ്ധിമതി. പുള്ളിക്കാരി ഇതിന് പറയുക കേസിനുമായ പുള്ളിക്കാരിക്ക് പണി കിട്ടും, അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റത്തില്ല എന്നൊരു പക്ഷേ പുള്ളിക്കാരിക്ക് തോന്നിക്കാണണം. എനിവേ, ഇപ്പോൾ ഈ പുള്ളിക്കാരി അവിടുത്തെ ഒരു മലയാളി ഉടമസ്ഥരുടെ ഒരു നേഴ്സിംഗ് ഹോമിനകത്ത് സാധാരണ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അറിവ്. നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ UK നടക്കുന്ന കാര്യമാണെന്ന് തോന്നും. യെസ്, ദിസ് ഈസ് UK. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് UK. നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നില്ലാന്ന് തോന്നും. വെറുതെയാണ്. നിങ്ങൾ ഏത് നാട്ടിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം ഇതിനപ്പുറം നടക്കും. നിങ്ങളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ തുനിഞ്ഞൊന്ന് തപ്പി ഇറങ്ങാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ 100 കണക്കിന് കാര്യങ്ങൾ കിട്ടും. അനുഭവങ്ങളിൽ നിന്നാണത് പറയുന്നത്. അത്രയും മാത്രം പറഞ്ഞു നിർത്തുള്ളൂ. അനുഭവങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. അതിപ്പോൾ നിങ്ങൾ പറയുമല്ലോ, ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ മൊത്തമേ, പിന്നെ ഞങ്ങളുടെ നാട്ടിലോ ഗൾഫിൽ ആനയുണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു, ഒട്ടകം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഇത്രയും കാലം ഞാൻ കേട്ടുകൊണ്ടപ്പോഴൊക്കെ ഞങ്ങളെല്ലാം പറഞ്ഞ ഇതുണ്ട്, സംതിങ് ഈസ് റോങ് എന്ന് ഞങ്ങൾ പറഞ്ഞ അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കാണുമ്പോഴാണ്. അന്ന് പുതിയ തലമുറക്കാർ ഇവിടെ കുടിയേറ്റം തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ അന്നേരം പറയുന്നുണ്ട്, ഇത് ഇത്രയും പെട്ടെന്ന് വീട് വാങ്ങിക്കാനും വീടിന് അന്നേരം ഇത്രയും കോടിക്കണക്കിന് രൂപ ഇറക്കി വീട് വാങ്ങിക്കുന്നു, വണ്ടി വാങ്ങിക്കുന്നു, വെള്ളം വാങ്ങിക്കുന്ന സീൻ വന്നപ്പം എല്ലാവരും ചോദിച്ചു തുടങ്ങി സംതിങ് ഈസ് റോങ് എന്ന് പറഞ്ഞു. അന്നേരം ഈ സംതിങ് ഈസ് റോങ് പറഞ്ഞ ആൾക്കാരെ മൊത്തം നാട്ടുകാർ കളിയാക്കി. കാരണം പിന്നെ നിനക്കൊക്കെ കണ്ണിക്കടിയാണെന്നാണ് പറഞ്ഞത്. അവർ ഗൾഫിൽ ചോര നീരാക്കി പണിയെടുത്താണ് അത്രേ. അതുകൊണ്ട് അവരുടെ മൊത്തം സേവിങ്, അവിടെ ടാക്സ് ഇല്ല, മൊത്തം സേവിങ്, ആ പൈസ മൊത്തം കൊണ്ട് അവർ ഇറക്കിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഇവർ മാത്രമല്ലോ ഗൾഫിൽ ജോലി ചെയ്ത്, വേറെ എത്രയോ പേര് ജോലി ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ഈ സംതിങ് ഈസ് റോങ് എന്ന് പറഞ്ഞത്. അതാർക്കും കേൾക്കണ്ടായിരുന്നു. വെറും 2 വർഷം ഗൾഫിലെ ബാങ്കുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കോടിക്കണക്കിന് രൂപ ഞങ്ങളുടെ ലോൺ എടുത്ത് മുങ്ങിയ നേഴ്സുമാരുടെ ലിസ്റ്റ് ഇപ്പോഴും പല ബാങ്കുകളും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ വിചാരിക്കും ഇതൊന്നും നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നില്ല. നിങ്ങൾ വർക്ക് ചെയ്ത് അതേ ഗൾഫിൽ തന്നെ ഈ പറയുന്ന എല്ലാവരും വർക്ക് ചെയ്ത് എല്ലാവരും നിങ്ങൾ ഈ പറഞ്ഞ ബാങ്കിൽ തന്നെ ലോൺ എടുത്ത് അവിടുന്ന് നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ തന്നെ മുങ്ങിയത് ഇത് അടയ്ക്കാതെ അല്ലേ? എന്നിട്ടോ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഞാനും അന്ന് വർക്ക് ചെയ്തതാണല്ലോ അവിടെ, ഞാനും അന്ന് ലോൺ എടുത്തതാണല്ലോ ആ ബാങ്കിൽ നിന്ന്. യെസ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. ചെയ്ത ചിലരുണ്ടായിരുന്നു, പക്ഷെ അവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ല. അതിനർത്ഥം നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതിനർത്ഥം അത് നടന്നില്ലെന്നുള്ളതാണ്. അല്ല, നടന്നു. എല്ലാ രാജ്യങ്ങളും നടപ്പുണ്ട്. ഫ്രോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തിന് ഏത് രാജ്യത്ത് ഇരുന്ന് എന്ത് ഫ്രോഡും കാണിക്കാൻ പറ്റും. സിസ്റ്റം അങ്ങനെയാണ്. നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. അതും ചെറിയൊരു ഫേവറോ ഹെൽപ്പോ വേണ്ടത്ര ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുടെ നിന്ന് കിട്ടുകയും കൂടെ ആണെങ്കിൽ സുഖമായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഏത് രാജ്യത്തും. അതറിയാവുന്നതുകൊണ്ട് പറയുവാണ് UK-യും അതൊരു അപവാദമല്ല. ഇവിടെ പിന്നെ ആകെയുള്ള ഗുണം ഇതുപോലത്തെ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ഇവർ സമ്മതിക്കും ഇങ്ങനൊരു തെറ്റുണ്ടായെന്ന്. ഈ കേസിൽ അത് സമ്മതിക്കുക കൂടി ഉണ്ടായിട്ടില്ല. അത് ഈ ഒരു ആത്മഹത്യ മൂലമാണെന്നാണ് പറയുന്നതെങ്കിലും സമ്മതിക്കുക കൂടി ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ കോഷൻ ലെറ്ററുകൾ അയക്കുകയും ഈ ഒരു കേസ് ഈ 400 ലെറ്റർ വന്ന സംഭവത്തിന് മറുപടിയോടെ പറഞ്ഞോട്ടെ. 400 ലെറ്റർ അയച്ച സംഭവത്തിനകത്ത് ഭൂരിഭാഗം പേരും രാജ്യം വിട്ടു എന്നുള്ളതാണ് പിന്നീട് ഞങ്ങൾ കേട്ടത്. കാരണം ഓസ്ട്രേലിയക്ക് ഇവിടുന്ന് ചാകര പോലെ ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലമാണത്. അപ്പോൾ ലെറ്റർ കിട്ടിയ ആൾക്കാർക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കിതിൻ്റെ അന്വേഷണം വരും, ചോദ്യം വരും. അല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റിയിട്ട് പിന്നീടാണ്ട് റീടെസ്റ്റ് ചോദിക്കും. അതിലും ഭേദം കിട്ടിയ പിൻ നമ്പർ കൊണ്ട് രാജ്യം വിടുവാണെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ ഇവിടം വിട്ട് ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. ഇതും ഈ കൂട്ടത്തിൽ കൂട്ടി വായിക്കണം. അതായത് ഇനി നിങ്ങൾക്ക് തെളിയിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ചെയ്ത ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിക്ക് ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ലെറ്റർ അന്വേഷണത്തിന് വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ നെഞ്ചും പിടിച്ച് ലോറി വരുമ്പോൾ തവള നിൽക്കുമോ, ബാഞ്ഞോട്ട് കയറി ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമോ? ഇല്ല, ജസ്റ്റ് രക്ഷപ്പെട്ട് പോകാൻ നോക്കും. അത്രയേ സംഭവിച്ച് കാണത്തുള്ളൂ. അതുകൊണ്ട് എനിക്കിതിനകത്ത് കൂടുതലും പറയാനില്ല. ഈ നേഴ്സ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഈ കാരണമായ നേഴ്സ് ഇപ്പോഴും ഈ രാജ്യത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് ഈ അവസാനത്തെ വാർത്ത കേൾക്കുന്നത്. ഇത്തരം ന്യൂസുകൾ കേൾക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് മാത്രമേ തോന്നുള്ളൂ. നാണക്കേട് മാത്രം. വലിയ വെറൈറ്റി സത്യസന്ധമായ രാജ്യത്ത് ജീവിക്കാന്നൊക്കെ സ്വയം ഒരു ഊതിപ്പെരിപ്പിച്ച ബബിളില്ലേ, ആ ബബിൾ അങ്ങ് പൊട്ടിച്ച് കളയുക. നിങ്ങളൊക്കെ ജീവിക്കുന്നത്, നമ്മളൊക്കെ ജീവിക്കുന്നത് വെറും സാധാരണക്കാരായിട്ട് തന്നെയാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആൾക്കാരും മാറിയിട്ടൊന്നുമില്ല. നമ്മൾ വലിയ വിശുദ്ധരായെന്ന് നമുക്ക് സ്വയം തോന്നുകയാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ മൊത്തം സത്യസന്ധരാണെന്ന്. എന്ന് നിങ്ങളുടെ കുമള പൊട്ടുന്നു അന്ന് നിങ്ങളുടെ കണ്ണ് തുറക്കും. അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ വീഡിയോകൾ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ വീണ്ടും വരാം. അല്ലാതെ ഞാൻ എന്താ പറയാനായിട്ടാ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.